ചരിത്രവും പൗരാണികതയും നിറഞ്ഞു നിൽക്കുന്ന ഐരാണിക്കുളം ഗ്രാമം. വാകയും ചൂളയും ചെമ്പകവും തണൽ വിരിക്കുന്ന വിശാലമായ മൈതാനങ്ങൾ, ആരോഗ്യവും വിനോദവും ഒരേ സമയം അനുവദിക്കുന്ന നമ്മുടെ പ്രിയ വിദ്യാലയം ഐരാണിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. വൈദേശികാധിപത്യക്കെടുതികൾ അനുഭവിച്ചുമെടുത്ത ഓരോ ഭാരതീയനും അനിവാര്യമായ സ്വാതന്ത്ര്യ പുലരിയിലേക്കുണരുവാൻ വ്യഗ്രതപ്പെടുന്ന 1940-കൾ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടം. അജ്ഞാനമെന്ന ഇരുട്ടിനെ അറിവിൻ്റെ വെള്ളി വെളിച്ചത്തിൽ അലിയിച്ചില്ലാതാക്കുന്ന വിദ്യാക്ഷേത്രങ്ങൾ, ജാതിമതഭേദമന്യേ കേരളത്തിലും ഉടനീളം സ്ഥാപിക്കപ്പെട്ടു. പാടങ്ങളും കാവുകളും കശുമാവിൻ തോപ്പുകളും നിറഞ്ഞ വീതി കുറഞ്ഞ ചെമ്മൺ പാതകളും കുണ്ടൻ ഇടവഴികളും ഒറ്റയടിപ്പാതകളും മാത്രം യാത്രക്കാരെ തുണച്ചിരുന്ന ഏതൊരു ഉൾനാടൻ ഗ്രാമത്തെയും പോലെ നമ്മുടെ ഐരാണിക്കുളം ഗ്രാമവും ആ കാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെ പ്രകാശനക്ഷത്രത്തെ സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. അത് കൊല്ലവർഷം 1115 ഇടവം 21 ഒരു തിങ്കളാഴ്ച, അതായത് 1940 ജൂൺ 3. CK സരസ്വതി എന്നൊരു പെൺകുട്ടിയെ ഒന്നാമതായി 4ാം ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഇവിടെയും ഒരു വിദ്യാലയം ആരംഭിച്ചു. കവുങ്ങിൻ പാളികളും ഓലക്കീറുകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ട 3-4 മുറികളുള്ള ഒരു കൊച്ചു ഷെഡ്. പക്ഷേ അതൊരു വലിയ തുടക്കമായിരുന്നു. വിജ്ഞാനദാഹത്താൽ വലഞ്ഞ
സമീപ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അതൊരു കുളിരരുവിയായിരുന്നു. ആ വലിയ തുടക്കത്തിന് സൗമനസ്സോടെ സ്ഥലം നൽകിയ തെക്കേ പുഷ്പകത്തെ നാരായണൻ നമ്പീശനെ കൃതജ്ഞതയോടെ സ്മരിക്കട്ടെ. സമീപത്തുള്ള മടത്തുംപടി, താണിശ്ശേരി, എരവത്തൂർ മുതലായ സ്ഥലങ്ങളിലെ LP സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പുതിയ വിദ്യാലയത്തിൽ വന്നു ചേർന്നു. തെക്കുവശത്തുള്ള മൈതാനത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഷെഡ് കൊടുങ്കാറ്റിൽ നിലംപൊത്തി. പക്ഷേ തൃഷ്ണ അത്ര എളുപ്പം ശമിക്കില്ലല്ലോ. ദേവി വിലാസം ലോവർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ അത് വീണ്ടും പടുത്തുയർത്തപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് വളർച്ചയുടെ നാളുകളായിരുന്നു. കുളൂർ, പൂപ്പത്തി, പൊയ്യ, കുണ്ടൂർ, മടത്തുംപടി എന്നുവേണ്ട വലിയ പറമ്പ്, മാള, പുത്തൻവേലിക്കര എന്നിവിടങ്ങളിൽ നിന്നുപോലും കുട്ടികൾ കൂട്ടമായി ഇങ്ങോട്ട് ഒഴുകി വന്നു. കരുത്തുറ്റ സ്റ്റാഫ് മാനേജ്മെൻറ്റിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യ സൂര്യൻ്റെ പുത്തൻ രശ്മികൾക്കൊപ്പം മധുരഫലങ്ങൾ സമ്മാനിച്ചു തുടങ്ങി. ആദ്യത്തെ SSLC ബാച്ചായിരുന്നു അതിൽ ഒന്നാമത്തേത്. അനിഷേധ്യമായ അധ്യാപന വൈഭവമുള്ള T. പത്മനാഭമേനോൻ, KT. ബാഹുലേയമേനോൻ, നാരായണ പണിക്കർ, ഗോപാലകൃഷ്ണ മേനോൻ, MN വ്യോമകേശൻ എന്നിവരുടെ സേവന നേതൃത്വ മികവിൻ്റെ ഫലം 1980കളുടെ തുടക്കം മുതൽ ലഭിച്ചു. നമ്മുടെ വിദ്യാലയം ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ആയിരത്തി 1987 ആയപ്പോഴേക്കും ഹൈസ്കൂൾ ഐരാണിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂൾ ആയി മാറി. 2000-ഓളം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ഈ വിജ്ഞാന കേന്ദ്രം ത്രസിക്കുന്ന അതിൻ്റെ പ്രൗഢകാലം ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ. മികച്ച ക്ലാസ് മുറികൾ, മെയിൻ ഹാൾ, UP വിഭാഗത്തിന് തനതായ കെട്ടിടം, അങ്ങനെ 90കളുടെ പകുതിയും 2000-ൻ്റെ തുടക്കവും ഭൗതിക വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. 2000 എത്തിയത് ഹയർ സെക്കൻഡറി തലത്തിലേക്കുള്ള ഉയർച്ചയുടെ വളർച്ചയുമായാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം ആരംഭിക്കാൻ പുതിയ ഇടങ്ങൾ അന്വേഷിക്കേണ്ടി വന്നില്ല. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ സ്വന്തം കർമ്മങ്ങളാൽ വ്യാപൃതരായ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, 100-കണക്കിന് അധ്യാപകർ, അതിൽ തന്നെ പകുതിയോളം പൂർവ്വ വിദ്യാർത്ഥികൾ, ആത്മാർത്ഥതയോടെ സേവനമനുഷ്ഠിച്ച ഓഫീസ് ജോലിക്കാർ, PTA അംഗങ്ങൾ, രേഖകളിലൊന്നും പെടാതെ വിദ്യാലയമെന്ന സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഒരുപാട് അഭ്യുദയകാംക്ഷികൾ, ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഇവരെയൊക്കെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഐരാണിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള യാത്ര എന്നും തുടർന്നുകൊണ്ടേയിരിക്കും.